നമസ്കാരം. എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഒരു പുതിയൊരു ജാംസിൻ്റെ 8 ഫീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടെന്ന്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു ജാംസ് വാങ്ങിച്ചു. എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. ട്രാക്കിങ്ങിൽ യാതൊരു മുൻപരിചയമില്ലാത്ത അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ജാംസിൻ്റെ സെറ്റപ്പ് നോക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അത് വരുത്തിക്കുകയും ഇത് അദ്ദേഹം തന്നെ ചെയ്യുകയും ഒറ്റയ്ക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു പാളിച്ച ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം തന്നെ ട്രാക്ക് ചെയ്തു. അപ്പോൾ അതിൽ ഇപ്പോൾ ഇൻറ്റൽസാറ്റ് 17 കൂടെ അപ്സ്റ്റാർ ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളൊന്നും നമുക്ക് പറയാം. പഴയതിൽ നിന്നും പുതിയതിലേക്കുള്ള വ്യത്യാസം നോക്കുക. ഒറ്റ നോട്ടത്തിൽ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുക. കുറച്ച് ക്വാളിറ്റിയുള്ള അലുമിനിയം മെറ്റീരിയൽ റിബുകൾ ഇതിൽ തന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള അലുമിനിയം റിബുകൾ ഇതിൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റാൻഡ് ഒരു ഡീമെറിറ്റ് തന്നെയാണ്, എങ്കിലും അധികം വിസ്താരമില്ലാതെ ഒരു പ്ലെയിനായ ഷീറ്റാണ് തന്നത് സ്റ്റാൻഡ്. പക്ഷേ നല്ല റിബുകളാണ് നോക്കുക. ഒപ്പം കെട്ടാനുള്ള അലുമിനിയം കമ്പികൾ പ്യുവർ അലുമിനിയം അല്ല, അതിൻ്റെ മുകളിലൊരു നമ്മളെ കോട്ടിങ് പോലെയുണ്ട്. നമ്മളെ കോട്ടിങ് അല്ല, നൂല് പോലത്തുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വലിച്ച് കെട്ടുന്നത് കാണാൻ പറ്റില്ല. കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള അലുമിനിയം വയറുകളാണ് ഇവർ തന്നത്. അതിന് ഇൻസുലേഷൻ പോലുള്ള ഒരു സാധനം ഉണ്ട്. ഇത് ഇൻസുലേഷൻ പോലുള്ള സാധനം ഇതിന് വരുന്നുണ്ട്. അതെന്തിനാണെന്ന് അവർ പുതിയതായി കൊടുത്തത് മനസ്സിലാവുന്നില്ല. എങ്കിലും അത് കെട്ടിയത് കാണുമ്പോൾ കുറച്ചും കൂടെ കൈ വേദനിക്കാതിരിക്കാനായിരിക്കും അവർ ചെയ്തത്. പഴയത് ചെയ്യുമ്പോൾ ഒരു 1-2 ഷീറ്റുകൾ തന്നെ കെട്ടുമ്പോൾ തന്നെ നമ്മളെ കൈ വല്ലാതെ വേദനിക്കും. എന്ന് മാത്രമല്ല കൈയിലെ ചുവപ്പ് കളറൊക്കെ ഇങ്ങനെ വരും. ആ പെയിന് 2-3 ദിവസത്തേക്ക് ആ പെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഈസി മടിഞ്ഞ് കെട്ടാൻ വളരെ എളുപ്പമാണ്. കൈക്ക് സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ, അതായത് നമ്മളെ വൈൻഡിങ്ങിനൊക്കെയുള്ള വയറുകൾ, എനിക്ക് തോന്നുന്നു വൈൻഡിങ് വയറുകളാണെന്ന് തോന്നുന്നു. കോപ്പറല്ല, വൈൻഡിങ്ങിലുള്ളത് പോലെ ഒരു കോട്ടിങ് അതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും വ്യത്യാസമില്ല. സ്റ്റാൻഡിലുള്ള വ്യത്യാസം മാത്രമാണ് ഉള്ളത്. സ്റ്റാൻഡ് ഒരല്പം ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ സ്റ്റാൻഡ് വെച്ചാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. 2 ചെത്തുകല്ലുകൾ അല്ലെങ്കിൽ വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരാൻ പോകുന്നില്ല. ഫിസിക്കലായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ വേറെ പ്രത്യേകത, ഇതിൻ്റെ ട്രൈപ്പോയിഡൊക്കെ കുറച്ച് ഹാർഡ് ഒരു കോൺക്രീറ്റ് കമ്പികൾ പോലുള്ള തിക്ക് ആയ കമ്പികളാണ് അതിലുള്ളത്. പണ്ടത്തെ ഒരു ഡയറക്റ്റ് റോഡുകളാണ് അതിലുള്ളത്. റോഡ് പോലുള്ള സ്ക്വയർ ആയിരുന്നു. ഇപ്പോൾ ഗ്രിപ്പുള്ള ഒരു കമ്പി നമ്മൾ കോൺക്രീറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പികൾ ആണ് ഇതിന് ട്രൈപ്പോഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പ്രവൃത്തി പരിചയമില്ലാത്ത ഒരാൾ കെട്ടിയതാണ്. എത്ര മനോഹരമായി ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുമാത്രമല്ല സിഗ്നൽ വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ ഒപ്പരം കൊടുത്തിട്ടുള്ള നട്ടുകളും ബോൾട്ടുകളൊക്കെ കറക്റ്റ് എണ്ണമാണ്. ഒരൊറ്റ എണ്ണം പോലും ബാക്കിയില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി നോക്കുക. അത് വെറുതെ ഒരു പരിചയമില്ലാത്ത ഒരാൾ കെട്ടുമ്പോൾ അത്രയ്ക്ക് മനോഹരമായിട്ട് ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഒരു പ്രൊഡക്റ്റിനുള്ള ക്വാളിറ്റി തന്നെയാണ്. അതായത് ഞാനൊരു ദിവസം പോയിട്ട് കെട്ടിക്കൊടുക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പേ അദ്ദേഹം തന്നെ സ്വയം ആ റിസ്ക് ഏറ്റെടുക്കുകയും അദ്ദേഹം തന്നെ കെട്ടുകയും നല്ല സിഗ്നൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും ഇതൊരു റൗണ്ട് ഷേപ്പായി വരുമ്പോൾ പെർഫെക്റ്റായി വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്ന ഇതിൻ്റെ പെർഫെക്ഷൻ. ആ പെർഫെക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നയാലും നമ്മൾ എങ്ങനെ നോക്കിയാലും, അതായത് എങ്ങനെ കെട്ടിയാലും നമ്മൾ വളരെ അധികം ടൈം എടുക്കണമെന്നില്ല. സി ബാൻഡാണ്. FD റേഷ്യോ അല്പം കൂടെ മുകളിലുണ്ട്. എനിക്ക് തോന്നുന്നു 0.45 മുകളിൽ FD റേഷ്യോ ഉണ്ട് ഇതിൽ. കാരണം കുഴികളൊക്കെ കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത്ത് കുറച്ച് കൂടും. സാധാരണ നോർമൽ സോളിഡിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് കുറച്ച് കൂടും. 0.45 ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റുകളാണ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ തരുന്നത്. ഷീറ്റിനൊന്നും അധികം കുറ്റം പറയാനില്ല. വേറെ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള പ്രത്യേകതകളെന്ന് പഴയതോട് കമ്പയർ ചെയ്യുമ്പോൾ മിക്കവാറും അതേപോലെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ആകെയുള്ളൊരു മാറ്റം സ്റ്റാൻഡിൽ ചെയ്ത ഒരു മാറ്റം തന്നെയാണ്. ഏറ്റവും ബേസിൽ അവർ ചെയ്ത മാറ്റം തന്നെയാണ്. റിബുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള റിബുകളാണ്. അപ്പം നല്ലൊരു പെയിൻറ്റ് ചെയ്തു സ്റ്റാൻഡിന്. വേറെ സ്റ്റാൻഡൊക്കെ വരുന്നത് MS ആണ് സ്റ്റാൻഡിൻ്റെ പൈപ്പ്. ആ പൈപ്പിൻ്റെ ഉയരം കുറഞ്ഞത് കൊണ്ട് നമുക്കത് ചെയ്യാൻ എളുപ്പമാണ്. ക്ലാമ്പിംഗ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ വേറെ പറയാനുള്ളത്, മുമ്പ്
വില അല്പം കൂടിയിട്ടുണ്ട്. 1000-1500 രൂപയുടെ അടുത്ത് വില ഇതിന് വർദ്ധിച്ചിട്ടുണ്ട്. അത് കോവിഡ് എന്ന പാൻഡമിക് മഹാമാരി വരുത്തിവെച്ച ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മൊത്തം എല്ലാറ്റിനും ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനും വില വർദ്ധിച്ചതാവാനാണ് സാധ്യത. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് നോക്കുക ഇതിൻ്റെ ഫിനിഷിങ്. ആ ഫിനിഷിങ് തന്നെയാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. ഒരുപാട് ക്ലാമ്പുകൾ ഇതിൽ ചെയ്യാം. അപ്പോൾ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, 5Gയുടെ പ്രശ്നം വരുന്നുണ്ട്. അത് ഏതായാലും വരുന്ന സ്ഥലത്ത് കാണാം. എന്തായാലും പോയാൽ പോട്ടെ എന്നുള്ള രീതിയിലാണ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് ഇത് എടുക്കുന്ന സി ബാൻഡിന് പർച്ചേസ് ചെയ്യുന്നവർ ഒന്ന് നോക്കി പർച്ചേസ് ചെയ്താൽ മതിയാവും. പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് റിസ്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.